إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم إياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരനായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, മനുഷ്യരുടെ ഈ ദുന്യവയായ ജീവിതത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒട്ടനവധി പ്രവർത്തന മേഖലകൾ വേർതിരിച്ച് നൽകിയിട്ടുണ്ട്. ആ പ്രവർത്തന മേഖലകൾ കൃത്യമായ രൂപത്തിൽ പ്രാവർത്തികമാക്കാതെ ദുനിയാവിൻ്റെ ആഡംബരത്തിലും ദുനിയാവിൽ ലഭിക്കാനിരിക്കുന്ന നൈമിഷികമായ ലാഭങ്ങൾക്കും വേണ്ടി അത്തരത്തിലുള്ള നന്മകളെ മാറ്റി നിർത്തുകയാണെങ്കിൽ ആ ആളുകൾക്ക് പരലോക സന്നിധിയിൽ കഠിനമായ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരികയും അതിനോടൊപ്പം തന്നെ അവരുടെ ദുന്യവിയായ ജീവിതത്തിലും പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യുമെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അഖബല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകർ ഞങ്ങൾക്ക് അഭിമുഖമായി തിരിഞ്ഞു നിന്നു. ഫഖാല, പ്രവാചകൻ പറഞ്ഞു, യാ മഅശറൽ മുഹാജിരീൻ, അല്ലയോ മുഹാജിരീങ്ങളായ ആളുകളെ, ഖംസുൻ ഇദബ്തുലീതുഹും ബിഹിന്ന, നിങ്ങൾക്ക് 5 കാര്യങ്ങളെ കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണെങ്കിൽ വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, അവ നിങ്ങളെ ബാധിക്കുന്നതിൽ നിന്നും ഞാൻ അല്ലാഹുവിനോട് രക്ഷ തേടുകയും ചെയ്യുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുകൾക്ക് നൽകിയിട്ടുള്ള ആ 5 താക്കീതുകളിൽ, മുന്നറിയിപ്പുകളിൽ ഒന്നാമത്തെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്ത് ഹത്താ യുഅലിനൂ ബിഹാ, ഒരു സമൂഹത്തിൽ, ഒരു ജനതയിൽ മ്ലേച്ഛതകൾ, വ്യഭിചാരങ്ങൾ, അതുപോലെ ജനങ്ങൾ അറപ്പുളവാക്കുന്ന തിന്മകൾ സർവവിധത്തിൽ വ്യാപിക്കുന്നതായി നിങ്ങൾ കാണുകയാണെങ്കിൽ, അത് ജനങ്ങൾക്ക് യാതൊരുവിധ മടിയുമില്ലാതെ പരസ്യമായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ, അതുകൊണ്ടാണ് ഖിയാമത്ത് നാളിന്റെ അടയാളമായി
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് സയകൂനു ഫീ ആഖിറിസ് സമാൻ ഖസ്ഫുൻ വഖദ്ഫുൻ വമസ്ഖുൻ ഇദാ ലഹറത്തിൽ മആസിഫിൽ ഖൈനാത്ത് വഇസ്തഹല്ലത്തിൽ ഹം. സംഗീതോപകരണങ്ങളും നർത്തകിമാരും നിങ്ങൾക്കിടയിൽ വ്യാപകമാകും. പല വിധത്തിൽ വീര്യം കുറഞ്ഞതും കൂടിയതുമായ മദ്യം നിങ്ങൾക്കിടയിൽ വ്യാപകമാവുകയും ചെയ്യും, അനുവദിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ കാലാവസാനത്തിനോടടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിൽ ഭൂകമ്പങ്ങളും ചരൽ വർഷങ്ങളും മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും ദുനിയാവിൽ തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പല വിധത്തിലുള്ള രൂപമാറ്റങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യുമെന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പ്രവാചകൻ ആ ഹദീസിന്റെ ബാക്കിയായി കൊണ്ട് പഠിപ്പിക്കുന്നത് ഇല്ലാ ഫശാ ഫീഹിമുത് ത്വാഊൻ വൽ ഔജാഉ അല്ലതി ലം തകുൻ മളത് ഫീ അസ്ലാഫിഹുൽ ലദീന മളൂ. അങ്ങനെ മ്ലേച്ഛതകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വ്യഭിചാരത്തിൽ ആടാറിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാരാണോ, ജനത ഏതാണോ, ആ ജനതക്കിടയിൽ അവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത, ഭേദമാക്കാൻ കഴിയാത്ത പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കും. മുമ്പെങ്ങും കേട്ടുകേൾവിയില്ലാത്ത, പരിചിതമല്ലാത്ത, മരുന്നുകൾ കണ്ടുപിടിക്കപ്പെടാത്ത മാരാരോഗങ്ങൾ അവരിൽ വ്യാപകമാവുകയും ചെയ്യുമെന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ സംഭവിക്കാതിരിക്കാൻ, അള്ളാഹു വെറുക്കുന്ന പ്രവാചകന്റെ ചര്യക്ക് വിപരീതമായിട്ടുള്ള മ്ലേച്ഛതകൾ കടന്നു വരാതിരിക്കാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കിടയിലും ജാഗ്രത പാലിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുകൾക്ക് നൽകിയ ആ രണ്ടാമത്തെ മുന്നറിയിപ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല രൂപത്തിലും പല വിധത്തിലും ബാധിക്കുന്ന വിഷയമാണ് പ്രിയപ്പെട്ടവരെ. എന്താണ് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്? വലം യൻഖുസുൽ മിക്യാല വൽ മീസാൻ. ഒരു സമൂഹം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുകയാണെങ്കിൽ, നമ്മൾ സാധനം വാങ്ങുന്നു, ചിലപ്പോൾ കൊടുക്കുന്നു. ഇനി ഈ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്ന് പറയുന്നത് ആളുകൾ വിചാരം സാധനങ്ങൾ വാങ്ങുന്നതും തൂക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്ന് അല്ല. മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ അതിന് നിർവചനം നൽകിയിട്ടുള്ളത് ആളുകൾക്ക് കൂലി കൊടുക്കുന്ന കാര്യത്തിലും അങ്ങനെയാണെന്നാണ്. നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇപ്പൊ ഒരാളെ നമ്മൾ ഒരു ദിവസം കൂലിക്ക് വിളിച്ചു, പണി എടുക്കുന്നതിന് മുമ്പ് ബാർഗെയിൻ ചെയ്യാം, ഇത്രക്ക് പോരെ എന്നൊക്കെ ചോദിക്കാം. അത് ഉറപ്പിച്ച് അയാൾ ആ പണി ആ പൈസ ആഗ്രഹിച്ചുകൊണ്ട് ആ പണി കഠിനാധ്വാനം നിർവഹിച്ചു. എന്നിട്ട് വൈകുന്നേരം 550 കൂലി പറഞ്ഞത്. വൈകുന്നേരം കൂലി കൊടുത്തപ്പോ 500 റൗണ്ടാക്കി കൂടെ എന്ന് ചോദിക്കരുത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അങ്ങനെ ചെയ്താൽ ഇല്ലാ ഉഖിദു ബിസ്സിനീൻ വശിദ്ദത്തിൽ മൗഊന വജൗരിസ് സുൽത്താൻ അലൈഹിം. ആ സമൂഹത്തിലേക്ക് കഠിനമായ വരൾച്ചകൾ സംഭവിക്കും. അവർക്ക് സഹിക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്തത്ര ജീവിതത്തിലെ ക്ലേശങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല, ഈ ഹദീസിന്റെ അവസാന ഭാഗം നോക്ക് നിങ്ങൾ, ഉപദ്രവകാരികളായ അതിക്രമകാരികളായ ഭരണാധികാരികളുടെ അക്രമം കൊണ്ട് അവർ പരീക്ഷിക്കപ്പെടും. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണം എന്താ? റസൂലുള്ളാഹ് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹാജിറുകൾക്ക് നൽകിയ താക്കീത് എന്താ പ്രിയപ്പെട്ടവരെ? അളവിലും തൂക്കത്തിലും കൊടുക്കലും വാങ്ങലുകളിലും കൃത്രിമത്വം സംഭവിച്ചാൽ, വീഴ്ചകൾ വരുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? വരൾച്ച ബാധിക്കും, സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ അടിമപ്പെടും. മാത്രമല്ല, നിങ്ങളെ ഉപദ്രവിക്കുന്ന, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന അതിക്രമകാരികളായ ഭരണാധികാരികളെ കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാ പരിശുദ്ധ ഖുർആൻ ഇപ്രകാരം പറഞ്ഞത്, വൈലുൽ ലിൽ മുതഫ്ഫിഫീൻ. അളവിൽ കുറക്കുന്നവർക്കാണ് മഹാനാശം. അല്ലദീന ഇദത്താലു അലന്നാസി യസ്തൗഫൂൻ. അതായത് ജനങ്ങളോട് അളന്നു വാങ്ങുമ്പോൾ പൂർണ്ണമായും തികച്ചെടുക്കുകയും
എന്നാൽ നമ്മൾ ജനങ്ങൾക്ക് അളന്നു കൊടുക്കുകയോ തൂക്കിക്കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിൽ കുറവ് വരുത്തുകയും ചെയ്യുന്നവർക്കാണ് നാശം. ഒരു പ്രവാചകനെയും ആ പ്രവാചകന്റെ ഉമ്മത്തിനെയും കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നു, കൂലി കൊടുക്കുന്ന വിഷയത്തിൽ ബാർഗെയിനിങ് ചെയ്യുകയും കച്ചവടം ഉറപ്പിക്കുകയും അതിനുശേഷം വൈകുന്നേരം കൂലി കൊടുക്കുന്ന സമയത്ത് അതിൽ കുറവ് വരുത്തുകയും ചെയ്യുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ലഭിച്ചിട്ടുള്ള ശിക്ഷയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ശുഐബ് നബി അലൈഹിസ്സലാമിയുടെയും ഐക്കത്ത് മദിയൻകാരുടെയും ചരിത്രം പരിശുദ്ധ ഖുർആൻ സൂറത്ത് ശുഅറായിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഔഫുൽ കൈല വലാ തകൂനൂ മിനൽ മുഖ്സിരീൻ. നിങ്ങൾ അളവ് പൂർത്തിയാക്കി കൊടുക്കുക, നിങ്ങൾ ജനങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നവരുടെ കൂട്ടത്തിലായി പോകരുത്. വസിനൂ ബിൽ ഖിസ്ത്വാസിൽ മുസ്തഖീം. കൃത്രിമമില്ലാത്ത തുലാസ് കൊണ്ട് നിങ്ങൾ തൂക്കുകയും ചെയ്യുക. അപ്പൊ ശുഐബ് നബിയുടെ ഉമ്മത്ത് ചെയ്ത തെറ്റെന്താ? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചു. അങ്ങനെ കൃത്രിമത്തെ കാണിച്ചപ്പോ അവർക്ക് അല്ലാഹു ഒരു ശിക്ഷ കൊടുത്തു. ആളുകൾക്ക് അളന്നു കൊടുക്കുമ്പോ അങ്ങോട്ട് കുറച്ച് കൂടിക്കോട്ടെ, ഒരു 10 ഗ്രാം 50 ഗ്രാം കൂടിയാലും കുഴപ്പമില്ല. വൈകുന്നേരം ഒരാൾ ജോലി ചെയ്തു നമ്മളെടുത്ത് വന്നിട്ട് അയാളെ ജോലി നമുക്ക് ഇഷ്ടപ്പെട്ടാൽ 500 ആണ് കൂലി ഉറപ്പിച്ചതെങ്കിൽ ഒരു 550 കൊടുക്കുക, നിന്റെ വക ചായ കുടിക്കാൻ കേട്ടോ. അയാൾക്ക് ഉണ്ടാകുന്ന സന്തോഷത്തിലായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഐബ് നബി അലൈഹിസ്സലാമിയുടെ ഉമ്മത്തിനെ നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നത് ഫകദ്ദബൂഹു ഫഅഖദഹും അദാബു യൗമിൻ ളുല്ല ഇന്നഹു കാന അദാബു യൗമിൻ അളീം. അങ്ങനെ അവർ ശുഐബ് നബി അലൈഹിസ്സലാമിയെ നിഷേധിച്ചു തള്ളി. അതിനാൽ മേഘത്തണൽ മൂടിയ ദിവസത്തെ ശിക്ഷ അവരെ പിടികൂടി. മേഘത്തണൽ മൂടിയ ഒരു ദിവസത്തെ ശിക്ഷ അവരെ പിടികൂടിനാണ്. അതിന് മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ നൽകുന്ന വിശദീകരണം തരം സഹോദരങ്ങളെ, ആദ്യം എന്ത് ചെയ്യുന്നറിയോ? അവർക്ക് കഠിനമായ ചൂട് അനുഭവപ്പെട്ടുന്ന, ശരീരം കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത, ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത അത്ര ചൂട് അവർക്ക് അനുഭവപ്പെട്ടു. അല്ലാഹു അതാണ് ആദ്യം കൊടുക്കുന്നത്. എന്നിട്ട് രണ്ടാമത് പടച്ചോൻ ചെയ്തത് എന്തറിയോ? അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന മരങ്ങളുടെ ഐക്കത്ത് എന്ന് പറഞ്ഞാൽ മരങ്ങളുടെ കൂട്ടം എന്നാണ് ഐക്കത്ത് എന്ന് പറയുന്നത്. അവിടെയാണ് അവർ ജീവിച്ചിരുന്നത്. അപ്പൊ തണൽ കിട്ടും, നല്ല ഓക്സിജൻ കിട്ടും. അപ്പൊ അള്ളാഹു പറയാണ്, അവർക്ക് ലഭിച്ചിരുന്ന തണലും വെള്ളവും അവർക്ക് പ്രയോജനമില്ലാത്ത അവസ്ഥയായി. എല്ലാ ഭാഗത്തും ചൂട്, മരമുണ്ട് ചൂട് കിട്ടാണ്, വെള്ളമുണ്ട് കുടിക്കാൻ പറ്റില്ല, ചുട്ടു തിളക്കുന്ന വെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അള്ളാഹു മാറ്റി. മാത്രമല്ല അവർ ശ്വസിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയത്. ശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു ജീവിത സാഹചര്യത്തിലേക്ക് അള്ളാഹു അവരെ മാറ്റുകയും ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ അവർക്ക് മുകളിൽ ഒരു കാർമേഘത്തെ പ്രത്യക്ഷപ്പെടുത്തി. ഒരു ഗ്രൗണ്ടിന്റെ മുകളിലാണ് ആ കാർമേഘം, തണൽ വിരിച്ച കാർമേഘം വന്നത്. അപ്പൊ അവിടുത്തെ മദിയൻകാരായ ആളുകൾ മുഴുവനും ആ കാർമേഘത്തിന്റെ അടിയിൽ ഒരു ഗ്രൗണ്ടിൽ പോയി ഒരുമിച്ച് കൂടി. അങ്ങനെ ആളുകൾ എല്ലാവരും അവരെ ഒരുമിച്ച് കൂട്ടി നിന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാർമേഘത്തിൽ നിന്നും തീനാളങ്ങൾ വർഷിപ്പിക്കുകയും ശുഐബ് നബി അലൈഹിസ്സലാമയുടെ അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിച്ച് വഞ്ചന കാണിച്ച് ജീവിച്ചിരുന്ന, ദുനിയാവിൽ ലാഭം സൃഷ്ടിച്ചിരുന്ന ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുകൾക്ക് നൽകിയിട്ടുള്ള ആ രണ്ടാമത്തെ താക്കീത് നമ്മുടെ ജീവിതത്തിൽ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പരിശുദ്ധ ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹാജിറുകൾക്ക് നൽകിയിട്ടുള്ള മൂന്നാമത്തെ ആ മുന്നറിയിപ്പ് എന്താ പ്രിയപ്പെട്ടവരെ? വലം യംനഉ സകാത അംവാലിഹിം. ഒരു സമൂഹം അവർക്ക് അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ടുണ്ട്, എന്നിട്ട് ആ സമ്പത്തിൽ നിന്നും അവർ സകാത്ത് നൽകാതിരിക്കുന്നു, സ്വതക്കകൾ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഴ നൽകാതെ തടഞ്ഞു വെക്കപ്പെടുകയും ചെയ്യും. എന്നിട്ട് പ്രവാചകൻ പറയാണ്, ഇനി അവർക്ക് മഴ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും അറിയോ? അവർക്കിടയിൽ മൃഗങ്ങൾ ജീവിക്കുന്നത് കൊണ്ടാണെന്നാണ്. അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞത്, സകാത്ത് അഥവാ സ്വതക്ക തടഞ്ഞു വെക്കുന്നവർ,
പാരത്രിക ലോകത്തിൽ കഠിനമായ നരകത്തിന്റെ അഗ്നിനാളങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടാതിരിക്കുകയില്ല. ഏതൊരു സമൂഹമാണോ സകാത്ത് തടഞ്ഞു വെക്കുന്നത്, തീർച്ചയായും അല്ലാഹു അവരെ കാലങ്ങളോളം വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. സഹോദരങ്ങളെ, അങ്ങനെ സകാത്തും സ്വതക്കയും കൊടുക്കാതെ ആ സമ്പത്തൊക്കെ ഇങ്ങനെ കെട്ടിപ്പൂട്ടിയൊക്കെ വെച്ചു, എന്നിട്ട് പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാള് സ്വതക്ക കൊടുക്കാതെ സകാത്ത് കൊടുക്കാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നു പരലോക സന്നിധിയിൽ. അങ്ങനെ കണ്ടുമുട്ടുമ്പോ അയാളുടെ മുമ്പിൽ വലിയൊരു സർപ്പം തല ഉയർത്തി നിൽക്കും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ആ സർപ്പത്തിന്റെ വിഷത്തിന്റെ കാഠിന്യം കൊണ്ട് അതിന്റെ രോമങ്ങളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ടാകും. അത്രയും കാഠിന്യമുള്ള വിഷമുള്ള ഒരു പാമ്പാണ് അവന്റെ മുമ്പിൽ ഉണ്ടാവുക. എന്നിട്ട് ആ പാമ്പ് അവന്റെ കഴുത്തിൽ ചുറ്റി വരികയും അവനെ ആ വിഷം കുത്തിവെക്കുകയും ചെയ്യുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിരീങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ താക്കീതുകൾ, മുന്നറിയിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടി നമ്മുടെ അമലുകളെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹാജിരീങ്ങൾക്ക് നൽകിയിട്ടുള്ള 4ാമത്തെ മുന്നറിയിപ്പ് നോക്കൂ നിങ്ങൾ. വലം യൻഖുളു അഹദല്ലാഹി വഅഹദ റസൂലിഹി. അള്ളാഹുവിനോടും പ്രവാചകനോടും ചെയ്ത കരാറ് പാലിക്കാത്ത ഒരു സമൂഹം നമുക്കിടയിൽ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. എന്നിട്ട് റസൂൽ അതിന്റെ ബാക്കിയായിക്കൊണ്ട് പഠിപ്പിക്കുന്നത്, ഇല്ലാ സല്ലല്ലാഹു അലൈഹിം അദുവ്വൻ മിൻ ഗൈരിഹിം ഫഅഖദൂ ബഅദ മാ ഫീ ഐദീഹിം. ആ മുസ്ലിം ഉമ്മത്തിന് പുറമേ നിന്നുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മുസ്ലിങ്ങളുടെ മേൽ സ്വാധീനം നൽകുകയും മുസ്ലിങ്ങളുടെ പക്കലുള്ളത് അവർ പിടിച്ചെടുക്കുകയും ചെയ്യും. സർക്കാരിന്റെ നിയമങ്ങൾ പല വിധത്തിൽ പാസാക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിർവികാരരായി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തു ചെയ്യും, എവിടെ പോകും എന്നറിയാത്ത വല്ലാത്തൊരു ആശങ്ക ഇന്ന് നമ്മൾ അനുഭവിക്കുന്നില്ലേ? ഉണ്ട്. അതിനെന്താ കാരണം എന്നാണ് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. എന്താ കാരണം? അള്ളാഹുവിനോടും റസൂലിനോടും നമ്മൾ നൽകിയിട്ടുള്ള ഒരു കരാറുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കുകയും പ്രവാചകന്റെ ഇത്തിബാഇനെ അനുസരിക്കുകയും ചെയ്യുമെന്ന ഒരു കരാറ് നമ്മൾ നൽകിയിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതിന് നേർ വിപരീതമായിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളെ കീഴ്പ്പെടുത്തുകയും മുസ്ലിങ്ങളുടെ മേൽ അവർക്ക് സ്വാധീനം നൽകുകയും മുസ്ലിങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന സ്വത്തുവകകളിൽ നിന്നും അവർ പിടിച്ചെടുക്കുകയും ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ മുഹാജിരീങ്ങളായ ആളുകൾക്ക് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള 5ാമത്തെ മുന്നറിയിപ്പ് നോക്കൂ നിങ്ങൾ. വമാലം തഹ്കും അഇമ്മത്തുഹും ബികിതാബില്ലാഹ് വയതഖയ്യറൂ മിമ്മാ അൻസലല്ലാഹു ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും. അവരിലെ മുസ്ലിങ്ങളിലെ ഭരണാധികാരികൾ അല്ലാഹുവിന്റെ കിതാബിന്റെ അടിസ്ഥാനത്തിൽ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിധി കൽപ്പിക്കാതിരിക്കുകയും അള്ളാഹു അവതരിപ്പിച്ചതിനേക്കാൾ മറ്റ് വാരോളകളെ ഗ്രന്ഥങ്ങളെ ശ്രേഷ്ഠമായി കാണുകയും ചെയ്താൽ നിങ്ങൾക്കിടയിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ സ്വീകരിക്കേണ്ട മാനദണ്ഡം എന്താ? തറക്തു ഫീക്കും അംറൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്തുൻ നബി. ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ പിൻപറ്റേണ്ട 2 കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെ സാക്ഷി നിർത്തി പറഞ്ഞിട്ടുണ്ട്. ആരാണോ ഞാൻ വിട്ടേച്ചു പോകുന്ന ഈ 2 കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ദുനിയാവിൽ ഒരിക്കലും വഴിപിഴക്കേണ്ടി വരികയില്ല, ദിശ തെറ്റിപ്പോവുകയില്ല. ഒന്ന് കിതാബുല്ലാഹ്, 2 സുന്നത്തുൻ നബിയ്യാണ്. അല്ലാഹുവിന്റെ കിതാബിനെയും
പ്രവാചകന്റെ ചര്യയെയും നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ വിശ്വാസികളെ, നമ്മൾ ഒരു നിലക്കും വഴിതെറ്റി പോവുകയില്ല. മറ്റ് അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതുമില്ല. അള്ളാഹുവിന്റെ കിതാബിലുണ്ടോ? പരിശോധിക്കുക. ആ പ്രവാചകന്റെ ചര്യയിലേക്ക് വരിക. ആ പ്രവാചകന്റെ ചര്യയിൽ ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടത്തിന് അനുസൃതമായ കൗലുകൾ കാണുന്നില്ലേ, നിയമങ്ങൾ കാണുന്നില്ലേ എങ്കിൽ ഇജ്മാഇലേക്കും ഖിയാസിലേക്കും അടങ്ങുക. അത് പാലിക്കാതെ മുന്നോട്ട് പോയാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും, എങ്കിൽ അള്ളാഹു അവർക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും, അനൈക്യം സൃഷ്ടിക്കും. എന്തിനും ഏതിനും ഭിന്നാഭിപ്രായങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഒരു വിഷയം വലിയ വിവാദമായി. ആ വിഷയത്തിൽ പല ഇസ്ലാമിക പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും നിലപാടുകൾ എന്തായിരുന്നു? ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ആ അഭിപ്രായ ഭിന്നത വന്നത്? അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ കിതാബിലേക്കും അടങ്ങാതെ, അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാതെ, സ്വന്തം അഭിപ്രായങ്ങൾ പിൻപറ്റിയപ്പോൾ അഭിപ്രായ ഭിന്നതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുസ്ലിം ഉമ്മത്തിൽ നേതാക്കന്മാർക്കിടയിൽ, പണ്ഡിതന്മാർക്കിടയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ അഭിപ്രായം എന്ത് ബേസ് ചെയ്തിട്ടായിരിക്കണം? എന്തിനടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം നമ്മൾ അഭിപ്രായങ്ങൾ പറയേണ്ടത്? അള്ളാഹുവിന്റെ കിതാബിനെയും പ്രവാചകന്റെ ചര്യയെയും. അതിലൊന്നുമില്ല, അതിനപ്പുറത്തേക്ക് ഒരു വിശ്വാസിക്ക് ഒന്നുമില്ല. ആ രൂപത്തിൽ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിരീങ്ങളായ തന്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു മുന്നറിയിപ്പ്, പ്രിയപ്പെട്ട വിശ്വാസികളെ, സഗൗരവത്തോടുകൂടി ചിന്തിക്കാനും പഠിക്കാനും നമുക്ക് സാധിക്കണം. ആ 5 മുന്നറിയിപ്പുകൾ, താക്കീതുകൾ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ ജാഗരൂകരായി നമ്മുടെ ജീവിതത്തെ, കർമ്മങ്ങളെ, നിയ്യത്തിനെ ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിലുള്ള വിശ്വാസികളിൽ, മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ കിതാബും പ്രവാചകന്റെ ഇത്തിബാഉ സുന്നയും അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട്, ആരെയും ഭയപ്പെടാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പിൻപറ്റിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നാടർകൂട്ട നരകത്തിലേക്ക്, മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്ക് മനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് പരിപാലിക്കുന്ന കഠോരമായ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, ഞങ്ങളുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം പരത്തണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ ഒരു പ്രദേശത്ത് ദീന് പഠിപ്പിക്കാനും ദീന് കേൾക്കാനും അല്ലാഹുവേ നിന്നെ ഓർക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു പള്ളി ഉണ്ടായിട്ടുണ്ട് റബ്ബേ. ആ പള്ളിയെ നീ സംരക്ഷിക്കണേ റബ്ബേ. ആ പള്ളിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന, അതിനുവേണ്ടി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവർക്ക് നീ മബ്റൂറും മഖ്ബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഈ പള്ളിയേക്കാൾ മനോഹരമായ ഒരു തൂവല്ല കൊട്ടാരം നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ വസത്തുൽ ജന്നയിൽ അവർക്ക് നീ സമ്മാനമായി നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ. അവർക്ക് നീ ശിഫ പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് പ്രയാസവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ. നിന്റെ ഔദാര്യത്തിൽ നിന്നും ഹലാലായ സാമ്പത്തികമായ മേഖലകൾ നൽകി അവരുടെ കടബാധ്യതകൾ നീ ഒഴിവാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم اجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.